കറകളഞ്ഞ ബസ് പ്രേമികളെല്ലാവരും കാണുന്നുണ്ടാകുമല്ലോ ഈ തോന്നിവാസം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. അതായത് 2-3 കൊല്ലം മുന്നേ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു ഇയറിൻ്റെ ലിവർ, ജാക്കി ലിവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് കോഴിക്കോട് നിന്ന് ഇതേപോലെ ഒരു ബസ് കണ്ടക്ടറുടെ തലക്കടിച്ചിട്ട് എന്താ പറയണ്ടത്, സമയത്തിന് ചൊല്ലിയുള്ള തർക്കം. സമയത്തിന് പിന്നെ വെച്ചിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ മറ്റുള്ള യാത്രക്കാരെന്ത് പഠിച്ച് അവരുടെ ജീവന് പിന്നെ എന്താ പറയണ്ട വിലയില്ലേ. ഇവരുടെ ഈ തോന്നിവാസം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബസ്സിലൊക്കെ പോകുന്നത്. പകുതി മുക്കാൽ ആൾക്കാരും എന്താ സ്റ്റാൻഡിൽ നിന്നൊക്കെ ഇടിയുണ്ടാക്കുന്ന പിന്നെ പൊരിഞ്ഞ തല്ലലുണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ എന്താണ്ട് ഒരു ലജ്ജ തോന്നുന്നു. കാരണം ഇത്രയും ഗുണ്ടകളാണോ ഈ ഒരു ഫീൽഡിലേക്ക് ഇങ്ങനെ കയറി വരുന്നതെന്നുള്ള. ഇപ്പം ഒരു ബസ്സിൽ ഒരു പാവപ്പെട്ട ഒരു ജീവനക്കാരനാണെങ്കിൽ അയാൾക്കും കൊള്ളും, 2-3 ഇടി വേറെയും കൊള്ളും. മനസ്സിലായ? അതായത് ഒരു സാധുവായിട്ടുള്ള ഒരാൾക്കാർക്ക് പോലും ബസ്സിൽ ഒരു ജോലി എന്നാ പറയണ്ടേ ജോലി നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് അതിൽ ഒരാൾ തല്ലു കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിലുള്ള എല്ലാ ആൾക്കാർക്കും തല്ലു കൊള്ളേണ്ടൊരവസ്ഥ. അവർ കിട്ടിയവനെ കട്ടവനെ കിട്ടിയിട്ടില്ല, കിട്ടിയവനെ തട്ടെന്ന് പറയുന്ന ഒരു പരിപാടി. ഇത് നിങ്ങൾ കണ്ടു നോക്കി, ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അത്രയും എന്താ പറയണ്ട ഭയാനകമായിട്ട് ഒരു ഇടിച്ച് നിർത്തിക്കുന്ന വേറൊരു ബസ് ഈ ഒരു ബസ്സിന് ഇടിച്ച് നിർത്തിക്കുന്നത് എവിടെ എത്തി നമ്മളുടെ അവസ്ഥ. ഇവന്മാരുടെ ബസ്സിലൊക്കെ കയറുന്നതെന്ന് പറഞ്ഞാൽ ജീവൻ പടയം വെച്ച് കയറേണ്ട അവസ്ഥ, ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കയറേണ്ട അവസ്ഥയാണ്. മരിച്ചാൽ തന്നെ ഒരു നഷ്ടപരിഹാരം കിട്ടുകയില്ല. ഇമാതിരി ഇടിയൊക്കെ ഇടിച്ചിട്ട് നിർത്തിക്കുന്നത് സിനിമയിലൊക്കെ കാണുന്നുണ്ട്. സിനിമയിലൊക്കെ പണ്ട് ചേസിങ് സീൻ മാത്രം, അതൊന്നും ഇടിച്ച് നിർത്തിക്കുന്നില്ല, മുന്നിൽ പോയി നിർത്തുന്നതാണ്. ഇത് ഇടിച്ച് നിർത്തിക്കുന്ന ഒരു പരിപാടി. നിങ്ങൾ ബംഗ്ലാദേശ് ബസ്സുകളെ വീഡിയോ കണ്ടാൽ മതി. അതെന്ന് വെച്ചാൽ ആടുകളെ മേയ്ക്കുന്ന പോലെ വടിയും എടുത്തിട്ട് മേയ്ക്കുന്നതാണ് ബസ്സുകളൊക്കെ. അവിടെ ബസ്സുകൾ തമ്മിൽ ഇടിച്ചിട്ടാണ് നിർത്തിക്കുക. അത് ബ്രേക്കൊന്നുമില്ല. ബസ് സ്റ്റാൻഡിൽ വേറൊരു ബസ്സിൻ്റെ ബാക്കിൽ പോയിട്ട് അങ്ങ് ഇടിച്ചങ്ങ് നിർത്തും. ഇനി ഇത് ബംഗ്ലാദേശ് പോലെ ആവാനുള്ള എന്താ പറയണ്ടേ കാലം ഇനി അധികം അല്ല. കാരണം അമ്മാതിരി കളിയാണ് ഇവിടെ തുടങ്ങി. എന്നാൽ അത് കണ്ടിട്ടെങ്ങാനാണ് ഇങ്ങനത്തെ കളി കളിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. അല്ല, ഇതിനെല്ലാം മുതലാളിമാരില്ല ഇങ്ങനെയൊക്കെ ഇടിച്ച് നിർത്തിച്ചിട്ട് ഇത് ഈ തോന്നിവാസം കളിക്കുന്നതിനൊന്നും ഒരു തടയിടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. എല്ലാ MVD ഇതൊന്നും കാണുന്നില്ലേ? MVD എന്താണ് യാത്രക്കാരുടെ ജീവന് എന്താ പറയണ്ടേ ഒരു വിലയും പിന്നെ കൽപ്പിക്കുന്നില്ല. ഇതൊക്കെ പിന്നെ പൂർണ്ണമായിട്ടും നിരോധിക്കേണ്ട ഒരു പരിപാടിയാണ് ഇങ്ങനെ ഗുണ്ടായുസം കാണിച്ചിട്ട്. കാരണം യാത്രക്കാരുണ്ടാകുമ്പോൾ ഇത് പുറമേ എന്താ പറയണ്ട ബസ് കാര്യമായ ബസ് നിന്ന് ഇങ്ങനെ കളിക്കുന്നതാണ് കുഴപ്പമില്ല. അത് അവന്മാർ തമ്മിൽ അടിക്കട്ടെ. ഇത് യാത്രക്കാരെയും വെച്ചിട്ട് ഇമാര് തോന്നിവാസം കാണിക്കുമെന്ന് പറഞ്ഞാൽ ഇതൊരു ശുദ്ധ തന്തയില്ലാത്ത